വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിൽ ഫംഗസിന് 200 ലിറ്റർ വെള്ളത്തിൽ 400 ഗ്രാം സാഫ് കലക്കി സ്പ്രേ ചെയ്യുന്നു. വലിയൊരു ശീമമരത്തിൻ്റെ ഉയരത്തിൽ മാത്രം വളരുന്ന പ്ലാവിൽ 1.5 വർഷം കൊണ്ട് തന്നെ ചക്ക വിരിയും. ഏറെ രുചികരമായ സുഗന്ധം നിറഞ്ഞ കറുമുറ തിന്നാവുന്ന ചുളയുള്ള ചക്ക ഇതിനെ അത്ഭുത പ്ലാവ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുന്നത്? തായ്ലൻഡിൽ ജനിച്ച വിയറ്റ്നാം സൂപ്പർ എർലി എന്ന പേരിൽ ലോകമെമ്പാടും പ്രചരണം നേടിയ പ്ലാവിനെക്കുറിച്ച് ആണ് പറയുന്നത്. പൂർണ്ണ വളർച്ച എത്തുന്ന അവസ്ഥയിൽ ഇതിനുണ്ടാകുന്ന പരമാവധി ഉയരം 15 അടിയാണ്. ഈത്തപ്പഴത്തിൻ്റെ പരമാവധി വ്യാസമാകട്ടെ 10 അടിയും. അതായത് വലിയൊരു ശീമക്കൊന്ന മരത്തിൻ്റെ വലിപ്പം പോലും പ്ലാവിനുണ്ടായിരിക്കുകയില്ല ചുരുക്കം. നന്നായി പരിപാലിക്കുന്ന സൂപ്പർ എർലിയിൽ നിന്ന് 18 മാസം കൊണ്ട് തന്നെ ചക്കയും വിളവെടുക്കാം. ഈ പ്ലാവിൻ്റെ ജന്മദേശം തായ്ലൻഡ് ആണെങ്കിലും പേര് വിയറ്റ്നാമിൻ്റെ പേരിലാണ്. തായ്ലൻഡിലെ കർഷകരാണ് ആദ്യമായി ഇത്തരം പ്ലാവിനെ കണ്ടെത്തുന്നതും പരിമിതമായ തോതിൽ കൃഷി ചെയ്തു തുടങ്ങുന്നതും. അവർ നൽകിയ പേരാകട്ടെ മീറ്റ് തായ് സുയൂസോം. പേരിൻ്റെ അർത്ഥം തായ്ലൻഡ് സൂപ്പർ എർലി. എന്നാൽ ഇനം കണ്ടെത്തുന്നതിനും പേര് നൽകുന്നതിനപ്പുറം പ്രചരിപ്പിക്കൽ കാര്യമായ ശ്രമമൊന്നും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. വിയറ്റ്നാമിന് ഈ ഇനം നൽകാൻ മടിയൊന്നും കാട്ടിയിട്ടുമില്ല. വിയറ്റ്നാം ആകട്ടെ തങ്ങളുടെ രാജ്യത്തെ മേക്കിംഗ് ഡെൽറ്റയിൽ ഈ ഇനം വ്യാപകമായി പ്രചരിപ്പിച്ചതെന്ന് മാത്രമല്ല ഇതിൻ്റെ പേരിൽ വിയറ്റ്നാം സൂപ്പർ എർലി എന്നതാവുകയും ചെയ്തു. ചക്ക കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ലോകത്തിന് ആവശ്യം? അതെല്ലാം നിറവേറ്റുന്ന GST എന്ന് വിളിച്ചാണ് സൂപ്പർ എർലിയൊക്കെയാവും. പഴുത്തു കഴിഞ്ഞാൽ ചുളയെല്ലാം കറുമുറ തിന്നാൻ സാധിക്കുന്നവർക്ക് നിറമുള്ളതാണ്. മധുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം ഇതുണ്ട്. സുഗന്ധം ആരെയും ആകർഷിക്കുന്നത്. പഴുപ്പ് കൂടുന്നതനുസരിച്ച് സുഗന്ധവും കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇടിഞ്ചക്കത്തോരൻ മുതൽ ചക്കരവരട്ടി വരെ കേരളത്തിന് പരിമിതമായ ചക്കവിഭവങ്ങളെല്ലാം തയ്യാറാക്കാൻ സൂപ്പർ എർലി കൊണ്ട് സാധിക്കും. പുഴുക്ക് തയ്യാറാക്കാൻ ഒന്നാം തരം, ചിപ്സ് വറക്കാൻ അതിലേറെ മികച്ചത്. പഴം കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് ഇതിന് പിന്നിലല്ല. ഒരു വർഷം 2 തവണ ചക്ക വിരിയുമെന്നാണ് മറ്റൊരു പ്രത്യേകത. ചക്ക ഉണ്ടാകുന്നത് പ്രധാനമായും തായ്തടിയിൽ മാത്രം. അതായത് മരക്കയറ്റക്കാരെ ആരെയും കിട്ടിയില്ലെങ്കിലും വിളവെടുപ്പ് പ്രശ്നമേ അല്ല. 1.5 വർഷം ശരാശരി 4 ചക്ക മാത്രമായിരിക്കും ഒരു പ്ലാവിൽ വിളയുന്നതെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിലെ വിളവ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കും. 5 വർഷത്തെ വളർച്ചയെത്തുമ്പോൾ ഒരേക്കറിൽ നിന്ന് 25-40 ടൺ വിളവാണ് ലഭിക്കുക. ചക്ക ഒന്നിന് ശരാശരി 10 കിലോഗ്രാം ഭാരമുണ്ടാകുമെന്ന് കണക്കാക്കുന്നു. സൂപ്പർ എർലി പ്ലാവിൻ്റെ നല്ല വളർച്ചയ്ക്കും മികച്ച വിളവിനും വേണ്ട അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് കേരളത്തിൽ നിലവിലുള്ളത്. 25.38 ഡിഗ്രി സെൽഷ്യസ് താപനില, പ്രതിവർഷം 1000 മില്ലിമീറ്റർ മഴ, സമുദ്രജലത്തിൽ നിന്നും 90 അടി ഉയരം, ചൂട് കൂടിയ വേനൽക്കാലം, നല്ല സൂര്യപ്രകാശം എന്നിവയാണ് സൂപ്പർ എർലി പ്ലാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമെന്ന് വിലയിരുത്താവുന്ന കാലാവസ്ഥാ ഘടകങ്ങൾ. വാണിജ്യാടിസ്ഥാനത്തുള്ള കൃഷിയിൽ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് ചക്കയുടെ എണ്ണം നിയന്ത്രിക്കുക എന്നത് മാത്രമാണ്. വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിൽ ഫംഗസിന് 200 ലിറ്റർ വെള്ളത്തിൽ 400 ഗ്രാം സാഫ് കലക്കി സ്പ്രേ ചെയ്യുന്നു. വലിയൊരു ശീമമരത്തിൻ്റെ ഉയരത്തിൽ മാത്രം വളരുന്ന പ്ലാവിൽ 1.5 വർഷം കൊണ്ട് തന്നെ ചക്ക വിരിയും. ഏറെ രുചികരമായ സുഗന്ധം നിറഞ്ഞ കറുമുറ തിന്നാവുന്ന ചുളയുള്ള ചക്ക ഇതിനെ അത്ഭുത പ്ലാവ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുന്നത്? തായ്ലൻഡിൽ ജനിച്ച വിയറ്റ്നാം സൂപ്പർ എർലി എന്ന പേരിൽ ലോകമെമ്പാടും പ്രചരണം നേടിയ പ്ലാവിനെക്കുറിച്ച് ആണ് പറയുന്നത്. പൂർണ്ണ വളർച്ച എത്തുന്ന അവസ്ഥയിൽ ഇതിനുണ്ടാകുന്ന പരമാവധി ഉയരം 15 അടിയാണ്. ഈത്തപ്പഴത്തിൻ്റെ പരമാവധി വ്യാസമാകട്ടെ 10 അടി. അതായത് വലിയൊരു ശീമക്കൊന്ന മരത്തിൻ്റെ വലിപ്പം പോലും പ്ലാവിനുണ്ടായിരിക്കുകയില്ല ചുരുക്കം. നന്നായി പരിപാലിക്കുന്ന സൂപ്പർ എർലിയിൽ നിന്ന് 18 മാസം കൊണ്ട് തന്നെ ചക്കയും വിളവെടുക്കാം. ഈ പ്ലാവിൻ്റെ ജന്മദേശം തായ്ലൻഡ് ആണെങ്കിലും പേര് വിയറ്റ്നാമിൻ്റെ പേരിലാണ്.